ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരിമള തിരുമേനി വിശ്വാസികളെ സ്നേഹത്തോടും ജ്ഞാനത്തോടും പരിപാലിക്കുകയും ചെയ്ത വ്യക്തി. പരിമള തിരുമേനി യുവതലമുറയെയും ജനങ്ങളെയും എങ്ങനെ നയിച്ചു, പ്രചോദിപ്പിച്ചു, മറ്റുള്ളവരെ നല്ലതിലേക്ക് മാറ്റാൻ അദ്ദേഹം സ്നേഹമോ ജ്ഞാനമോ കാണിച്ച നിമിഷങ്ങൾ എന്നിവയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ അവസരത്തിൽ നമുക്ക് സംസാരിക്കാനുള്ള വിഷയം ആത്മാക്കളുടെ ഇടയൻ എന്ന മഹത്തായ പദവിയാണ്. വിശ്വാസികളെ സ്നേഹത്തോടും ജ്ഞാനത്തോടും നയിച്ച മഹാത്മാവ് പരിശുദ്ധ പരിമള തിരുമേനിയാണ്. പരിശുദ്ധ പരിമള തിരുമേനി പുറം ദേശങ്ങളിലൂടെ തീർത്ഥാടനം ചെയ്ത് ആത്മീയ ജീവിതം നയിച്ച ആളായിരുന്നു. തൻ്റെ ജീവിതം മുഴുവൻ ദൈവസ്നേഹം പ്രചരിപ്പിക്കുവാനും മനുഷ്യരോട് കരുണ കാണിക്കാനും അദ്ദേഹം സമയം ചെലവഴിച്ചു. തിരുമേനിയുടെ പ്രാർത്ഥനാ ജീവിതവും അനുസരണശീലവും ലാളിത്യവുമാണ് ഇന്നും നമുക്ക് മാതൃകയായിട്ടുള്ളത്. തിരുമേനി യുവതലമുറയെ നയിച്ച രീതി അതുല്യമാണ്. പരിശുദ്ധ പരിമള തിരുമേനി ഇപ്രകാരം അരുളി ചെയ്യുന്നു: ശൈശവത്തിലെ തുടുതുടുപ്പും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവും ആകുന്നു പ്രാർത്ഥന. യുവതലമുറ വളർന്നു വരുവാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചു. പഠനത്തിനും പരിശ്രമത്തിനും അദ്ദേഹം യുവതലമുറയെ ഉണർത്തുകയും ഒരു നല്ല ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ദൈവത്തിൽ ഭയമുള്ളവൻ ഒരിക്കലും തെറ്റില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ എല്ലാ തലമുറയ്ക്കും പ്രചോദനം നൽകി. തിരുമേനി ദരിദ്രരെയും രോഗികളെയും സ്നേഹിച്ചു. അവരുടെ സഹനങ്ങളിൽ പങ്കുചേർന്നു. അവരുടെ ജീവിതം മാറ്റി. തൻ്റെ കയ്യിലെ സമീപനം പോലും മറ്റുള്ളവന് പങ്കുവെച്ച് ക്രിസ്തുവിനെ തന്നെ ജീവിതത്തിലാക്കുകയായിരുന്നു അദ്ദേഹം. പരിമള തിരുമേനിയുടെ പ്രാർത്ഥന, ദിവ്യശക്തി, സഹനശക്തി, ആത്മീയജ്ഞാനം ഇവയൊക്കെ ഇന്നത്തെ സമൂഹത്തെ മാർഗദർശനം ചെയ്യുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും സ്നേഹത്തിൽ വളരുവാനും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ കരുണ കാണിക്കാനും നമുക്ക് അദ്ദേഹം വഴി കാണിച്ചു തന്നു. നമുക്കും പരിമള തിരുമേനിയെ പോലെ സ്നേഹത്തോടും ജ്ഞാനത്തോടും കൂടി അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്നവരാകും. നമ്മുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് ഒരു പ്രകാശമാകട്ടെ. അതാണ് ആത്മാക്കളുടെ ഇടയനായ പരിശുദ്ധ പരിമള തിരുമേനി പഠിപ്പിച്ച പാഠം. നന്ദി, നമസ്കാരം.